സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2025 മെയ് 18-ാം തീയതി സർപ്പം മാറുന്ന ആ അവസരങ്ങളെ പറ്റിയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വേണ്ടി പറയുകയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാരാണ്. അവർക്ക് ഇപ്പോൾ സർപ്പം 10-ാം ഇടത്ത് നിൽക്കുന്നു. പണ്ട് പറയും 10-ൽ പാമ്പാനും വേണം. അപ്പം 10 മീൻസ് കർമ്മസ്ഥാനം. കർമ്മസ്ഥാനത്ത് സർപ്പം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ വിശേഷങ്ങളായ അനുഭവങ്ങൾ ഇനി മുതൽ ഉണ്ടാകുവാൻ പോവുകയാണ്. കാരണം കർമ്മത്തിന് പുഷ്ടി, പ്രൊമോഷൻ, കർമ്മസംബന്ധിയായി വിദേശവാസം, കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് പുഷ്ടി, അവർക്ക് നൂതന വിഷയങ്ങളിൽ അഡ്മിഷൻ, അതുപോലെ പ്രായമായവർക്ക് ഈ നരമ്പ്, കാലുവേദന, കൈവേദന, മുട്ടുവേദന എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ എന്നിവയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ ഇനി ലഭിക്കുവാൻ പോകുകയാണ്. ഒപ്പം കേതുവിൻ്റെ മാറ്റവും ഇവർക്ക് ഇപ്പോൾ 4-ാം ഇടത്ത് സുഖസ്ഥാനത്ത് നിൽക്കുന്നു. അടുത്ത് 1 കൊല്ലം കഴിയുമ്പോൾ ലേക്ക് പോകുന്നു. അതുപോലെ സർപ്പൻ 1 കൊല്ലം കൂടെ കഴിയുമ്പോൾ 9-ലേക്കും പോകുന്നു, അതായത് കുംഭൻ രാശിയിൽ. അപ്പോൾ ഇങ്ങനെ സർപ്പന്റെ ഇപ്പോഴത്തെ മാറ്റവും അടുത്ത മാറ്റവും ഇവർക്ക് ഫലപ്രദമായ അനുഭവങ്ങൾ നൽകപ്പെടുന്നു. ഇവർ ജനിക്കുന്നതും പൊതുവെ സർപ്പദശയിലാണ്. സർപ്പദശയിൽ ജനിക്കുന്ന മിഥുനക്കൂറുകാർ, അതായത് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഉത്തമമായ കാലഘട്ടമാകുന്നു. വേടന്റെ മറവ് താൽക്കാലികമായി ഉണ്ടെങ്കിലും സർപ്പന്റെ ബലം അവർക്ക് അനുകൂലമായ അവസ്ഥകളെ കൊടുക്കുന്നു. വേടന് ധനം കുറച്ച് ചിലവാക്കുമെങ്കിലും ആ വേടൻ പിന്നീട് അവർക്ക് അനുകൂലമായും വരുന്നു. ഇവർക്ക് തൊഴിൽപരമായ ഉന്നതി, വിദേശവാസം, പ്രശസ്തി, കീർത്തി, അംഗീകാരം എന്നിവയെല്ലാം ഈ സർപ്പന്റെയും കേതുവിൻ്റെയും ഇപ്പോഴത്തെ സ്ഥിതിയും അടുത്തു വരുന്ന സ്ഥിതിയും വളരെ അനുകൂല അവസ്ഥകളെ ഉണ്ടാക്കുന്നു. ഭഗവാന്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്ക് ഇപ്പോൾ ശനിയുടെ അനുകൂലവും ഉണ്ട്. വ്യാഴന്റെ മറവ് ചിലർ ചോദിക്കാറുണ്ട്, വ്യാഴം മറഞ്ഞു പോയല്ലോ എന്ന്. അതിൽ വലിയ ദോഷം കാണുന്നില്ല. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ മറവെല്ലാം നിസ്സാരമായി നമുക്ക് ഭഗവാനോട് തന്നെ പറയാം. ഇവർ പൊതുവെ ഭക്തന്മാരും സത്യസന്ധന്മാരും ഒരേ സമയം 2 ജോലി ചെയ്യുന്നതെന്നുള്ള ആഗ്രഹമുള്ളവരും കൂടുതലും വിദേശത്ത് പോകുവാനും ബുദ്ധിമാന്മാരുമാണ്. മിഥുനൻ രാശിയിലാണ് ഇവരുടെ ചന്ദ്രന്റെ ഉദയം. അപ്പോൾ ബുദ്ധിമാന്മാരും കലാകാരന്മാരും കഥാകൃത്തുക്കളും ചിലരെ എനിക്കറിയാം. കഥാപ്രസംഗത്തിലൊക്കെ വളരെ പ്രശസ്തരായ പലരും ഈ മിഥുനക്കൂറുകാരായി കാണുന്നു. കഥാപ്രസംഗം, കഥകളി, അതുപോലെ ഓട്ടംതുള്ളൽ, ഇങ്ങനെയുള്ള കലകളിൽ പ്രശസ്തരാണ് ചിലർ. മറ്റു ചിലർ എഞ്ചിനീയറിംഗ് മേഖലകളിലും പ്രശസ്തരാണ്. അതുപോലെ സാധാരണക്കാർക്ക് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ബിസിനസ് ചെയ്യുവാനും ഉള്ള കാലഘട്ടമാണ്. 10-ൽ, അതായത് കർമ്മസ്ഥാനത്ത് സർപ്പൻ വേണമെന്ന് പറയുന്നത് പോലെ 10-ലെ സർപ്പൻ ഇവർക്ക് പൊതുവെ അനുകൂലവും അനുഗ്രഹവും ആകുന്നു. സർപ്പൻ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ സാക്ഷാൽ സർപ്പഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്ക് കർമ്മസ്ഥാനത്തിന് ലഭിക്കും. കാണപ്പെടുന്ന ഈശ്വരനാണ് സർപ്പം. ആ സർപ്പഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ലോകത്ത് നേടാൻ കഴിയാത്ത ഒന്നും തന്നെ ഇല്ല. നല്ല കുടുംബം, നല്ല സന്താനം, നല്ല വാഹനം, സ്വർണം, നല്ല വസ്ത്രം, ആഭരണം, അലങ്കാര ദ്രവ്യങ്ങൾ, വിദ്യ, ബുദ്ധി, കീർത്തി എന്നിവയെല്ലാം സർപ്പം നൽകും. 10-ൽ സർപ്പം നിൽക്കുമ്പോൾ ചിലർക്ക് ഇടവിട്ട് അല്പം മടി സ്വഭാവം കാണിക്കും. അത് സർപ്പൻ കൂടെ ആ ലെവൽ പോലെയുള്ള, അത് തൽക്കാലം. അതല്ലാതെ
ഇവർക്ക് ഈ സർപ്പന്റെ മാറ്റം വളരെ അനുകൂലമാണ്. ശനിയും അനുകൂലമാണ്. വ്യാഴന്റെ മറവ് താൽക്കാലികമായി ഈശ്വരന്റെ സഹായത്താൽ അനുകൂലമായ അവസ്ഥകളിൽ കൊണ്ടുചെന്ന് ചേരും. ഇവർ പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തരും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നവരും ആയിരിക്കും. എഴുത്തുകാർ, അഭിനയം, കല, കാവ്യം എന്നിവയിലെല്ലാം വളരെ താല്പര്യമുള്ളവരും ധനം സമ്പാദിക്കുന്നതിൽ സ്വന്തം അധ്വാനത്താലും കഴിവുകളാലും ഇവർ ഒട്ടും പുറകോട്ടല്ല. പൊതുവെ താൽക്കാലികമായി മുട്ടുവേദന, ജലദോഷം ഇങ്ങനെയൊക്കെ ഉള്ളത് താൽക്കാലികമായുള്ള അവസ്ഥയിലേക്ക് കിടക്കും. ചില കിടപ്പ് രോഗികൾക്കും നൂതനമായ ചികിത്സ വഴി എഴുന്നേറ്റ് നരമ്പിന്റെ ശക്തിക്കുറവുള്ളവർക്ക് നല്ല ചികിത്സയിലോടുകൂടി മാറുവാനുള്ള അവസരങ്ങളാകുന്നു. ഇവർ ജനിക്കുന്നത് സർപ്പദശയിലാണ്. സർപ്പൻ 18 കൊല്ലം ഉണ്ടെങ്കിലും ഏതാണ്ട് പാതിയോളം നമുക്ക് സങ്കല്പിക്കാം. തുടക്കത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 16 കൊല്ലം 17 കൊല്ലം കിട്ടും. കുറച്ചുകൂടെ രണ്ടാം കൂറിൽ വരുന്നവർക്ക് ഏതാണ്ട് 12-13 വർഷം കിട്ടും. മൂന്നാം കൂറിൽ ജനിക്കുന്നവർക്ക് 7, 8, 6 ഇത് കിട്ടും. നാലാം കൂറിൽ കിട്ടുന്നവർക്ക് 6 മുതൽ അങ്ങോട്ട് താഴോട്ടായിരിക്കും. അങ്ങനെ സർപ്പദശ ഇവർക്ക് ആദ്യം സർപ്പദശയിൽ ജനിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ കുറച്ച് അരിഷ്ടത ഇവർക്ക് മാത്രമല്ല കുടുംബക്കാർക്ക് പൊതുവേ ഉണ്ടാകും. ത്വക്ക് രോഗങ്ങളും ജലദോഷം, കഫരോഗം, പിത്തരോഗം ഇവയെല്ലാം അവർ അനുഭവിക്കേണ്ടി വരും. എങ്കിലും ചിലർ നല്ല വിദ്യയിൽ വളരെ പ്രശസ്തരായിരിക്കും. അടുത്ത് വരുന്നത് വ്യാഴദശയാണ്. വ്യാഴദശ 16 കൊല്ലം, ഏതാണ്ട് 10 കൊല്ലം രാഹുൽ ദശയും അല്ലാതെ 16 കൊല്ലം വ്യാഴദശ, 26 വയസ്സ് വരെ. ഇതിനകത്ത് ഇവർക്ക് പഠനവും ഉദ്യോഗ വിജയവും, സ്ത്രീകൾക്കാണെങ്കിൽ 22, 23 ഈ കാലങ്ങളിൽ ഉദ്യോഗവും വിവാഹവും അനുകൂലമാകുന്നു. പുരുഷന് 25-ക്കും 27-ക്കും മധ്യ വിവാഹത്തിനും വളരെ ഉത്തമവും നല്ല തൊഴിലിന് ഉത്തമവും ആകുന്നു. അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം. ശനി ഇവരിൽ കൂടുതലും ചിലർ വിദേശത്ത് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ഥാനം മാറി നിന്ന് തൊഴിൽ ചെയ്യുന്നവരുമുണ്ട്. സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് സാങ്കേതിക വിദ്യയിൽ നിന്നുള്ള വളരെ നേട്ടങ്ങളുണ്ടാകും. സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ IT മേഖലകൾ, അതുപോലെ കമ്പ്യൂട്ടർ മേഖലകൾ, ഇന്നത്തെ രീതിക്കുള്ള മെഡിക്കൽ സർവീസുകൾ, ഇതെല്ലാം സാങ്കേതിക വിദ്യയിൽ പെടുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ എന്ന് വേണ്ട വലിയ സയന്റിസ്റ്റ്, ഇവർക്കെല്ലാം അനുകൂലമായ സമയവും ആയി വരുന്നു. ഈ ശനിദശ ഇവർക്ക് നല്ല സന്താനയോഗവും ഗ്രഹയോഗവും അതുപോലെ ഭൂമിയോഗവും, പഴയ ഭൂമി നന്നാക്കി പുതിയ കൃഷിത്തടങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള സമയവും സന്ദർഭങ്ങളും വന്നു ചേരും. അത് കഴിഞ്ഞാൽ വരുന്നത് 17 കൊല്ലം ബുധദശ. അപ്പം 27 വരെ വ്യാഴദശ. അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനിദശ. ഏതാണ്ട് 46 വയസ്സ് വരെ ഇവർക്ക് ശനിദശ കാണപ്പെടും. 46, 48 വയസ്സ് ജന്മശിഷ്ടത്തിന്റെ അനുസരിച്ച് ഈ ശനിദശ ഇവർക്ക് പൊതുവെ ഉത്തമ ഫലങ്ങൾ ചെയ്യും. ഈ കാലഘട്ടം ഇവർക്ക് ഇടവിട്ട് വിദേശവാസം, അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനങ്ങൾ എന്നിവ നടത്തുകയും അവിടുന്ന് ദൈവാധീനം സംഭരിക്കാൻ ഉള്ള ശക്തിയും ബുദ്ധിയും കൈവരിക്കുക. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശ. ബുധദശ വളരെ ഉത്തമ ഫലവും സന്താനങ്ങൾക്ക് ഉദ്യോഗാദി വിജയങ്ങളും അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങളും ധനധാന്യാദി കീർത്തിയും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. പൊതുവെ ഇവർക്ക് സർപ്പദശ
ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2-3 വർഷം ഏറ്റവും നന്നായിരിക്കുന്ന ഘട്ടമാകുന്നു. ഈ ദശയിൽ സമ്പാദ്യവും കീർത്തിയും കുടുംബത്തിൽ ഐശ്വര്യവും വിവാഹം നടത്തുവാനും കർമ്മ ബലത്തിനും ഏറ്റവും നന്നായിരിക്കും. പൊതുവെ പ്രായമായവർക്ക് അല്പ വാതരോഗങ്ങളുള്ളവർക്കും ജലദോഷം കഫരോഗമുള്ളവർക്കും ചെറിയ ചികിത്സയിൽ കൂടെ അവയെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവർ ജനിക്കുന്നത് സർപ്പദശയിലാണ്. തുടക്കത്തിൽ സർപ്പഭഗവാനെ പ്രീതി വരുത്തണം. അത് കഴിഞ്ഞിട്ട് സർപ്പം കഴിഞ്ഞിട്ട് വരുന്നത് വ്യാഴദശ. വ്യാഴദശയിൽ മഹാവിഷ്ണുവിനെ പൂജിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ശനിദശ. ശനിദശയിൽ നീലാഞ്ജനം, ഹനുമാർ പ്രീതി എന്നിവ വരുത്തുക. അത് കഴിഞ്ഞാൽ ബുധദശയിൽ വിഷ്ണുപ്രീതി, ഹനുമാർ പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അത് കഴിഞ്ഞാൽ കേതുദശയിൽ ഗണപതി പ്രീതി, ശുക്രദശയിൽ ശിവപ്രീതി, ഗണപതി പ്രീതി, സർപ്പപ്രീതി, കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തിക്കൊള്ളുക. ഇങ്ങനെ ഇവർക്ക് രാഹുകേതുക്കൾ അനുകൂല അവസ്ഥയിലേക്ക് വന്നു ചേരും. ബാക്കി കേതുവിൻ്റെ കാര്യം അടുത്ത് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.